പാലക്കാട് നഗരസഭയിൽ വിജയിച്ച കോൺഗ്രസ് കൗൺസിലർമാർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അനുഗ്രഹം തേടി. MLA ഓഫീസിലെത്തിയാണ് കോൺഗ്രസ് കൗൺസിലർമാർ ബലാത്സംഗ കേസുകളെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ രാഹുലിനെ കണ്ടത്. അതിനിടെ രാഹുൽ വീടുകൾ കയറി പ്രചാരണം നടത്തിയ നിഖിൽ കണ്ണാടി, അജാസ് എന്നിവർ പരാജയപ്പെടുകയും ചെയ്തു. ബലാത്സംഗ കേസുകളിലെ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയെങ്കിലും പാലക്കാട്ടെ ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോഴും പാർട്ടി പുറത്താക്കിയ നേതാവിന് ഒപ്പമാണ്. പാലക്കാട് നഗരസഭയിൽ വിജയിച്ച കോൺഗ്രസ് കൗൺസിലർമാർ രാഹുലിന്റെ ഓഫീസിലെത്തി അനുഗ്രഹം വാങ്ങി. നഗരസഭയിൽ വിജയിച്ച മോഹൻ ബാബു, പ്രശോഭ് വത്സൻ, PS വിപിൻ എന്നിവരാണ് രാഹുലിന്റെ ഓഫീസിലെത്തിയത്. MLA ഓഫീസിലേക്ക് വിജയിച്ചവർ എത്തുമ്പോൾ ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ് നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു. കോൺഗ്രസ്സുകാരനല്ലെങ്കിലും താൻ മണ്ഡലത്തിലെ വോട്ടറല്ലേ എന്നായിരുന്നു രാഹുലിന്റെ മറുപടി. ജനം വളരെ പ്രബുദ്ധരാണ്. നമ്മൾ യഥാർത്ഥ കാര്യങ്ങൾ കേൾക്കരുതെന്ന് പറഞ്ഞ് എത്ര മറ്റൊച്ചകൾ വെച്ചാലും അവർ കേൾക്കേണ്ട കാര്യങ്ങൾ അവർ കേൾക്കും. അവർ യഥാർത്ഥത്തിൽ കാണേണ്ട കാഴ്ചയെ നമ്മൾ എത്ര മറച്ചു പിടിക്കാൻ ശ്രമിച്ച് വേറെ എന്തെല്ലാം കാഴ്ചകൾ സമ്മാനിച്ചാലും അവർ കാണേണ്ട കാഴ്ചകൾ തന്നെ അവർ കാണും. എന്നിട്ട് അവർക്ക് തീരുമാനം എടുക്കാൻ അറിയാം, അവർ തീരുമാനം എടുക്കും. ഞാനിവിടുത്തെ ഒരു വോട്ടറല്ലേ. അതേസമയം വിവാദങ്ങൾക്കിടയിലും രാഹുൽ മാങ്കൂട്ടത്തിൽ വീടുകൾ കയറിയിറങ്ങി പ്രചാരണം നടത്തിയ 2 സ്ഥാനാർത്ഥികൾ തോറ്റു. KSU ജില്ലാ പ്രസിഡന്റ് നിഖിൽ കണ്ണാടിയും സംസ്ഥാന ജനറൽ സെക്രട്ടറി അജാസ് കുഴൽമന്നവുമാണ് തോറ്റത്. ജനം, പാലക്കാട്.